ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോസി ടോക്സ്. അടുത്ത വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലെഡ്ജറിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിലേക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജേർണൽ എൻട്രിയെ കുറിച്ച്. ഇതിൻ്റെ പല രീതികളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലെഡ്ജറിനെ കുറിച്ചാണ്. എന്താണ് ലെഡ്ജർ? അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് എന്ന രീതിയിലാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഇക്വേഷൻ പോകുന്നത്, അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചെയ്തിട്ടുള്ളത് ജേർണലൈസിങ് ആണ്. അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ആ റെക്കോർഡിംഗ് എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതെന്താണ്? ജേർണലൈസ് ചെയ്യുക. ഒരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ജേർണൽ എൻട്രി പ്രിപ്പയർ ചെയ്യുക. അത് ഓക്കെ. അടുത്ത സ്റ്റെപ്പാണ് ഇത്ര സമയം നമ്മൾ ചെയ്തിട്ടുള്ള അക്കൗണ്ടുകളെ അടുത്തതായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെഡ്ജർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് അക്കൗണ്ട്സ്. ഒരു കൂട്ടം അക്കൗണ്ടുകളെയാണ് നമ്മൾ ലെഡ്ജർ എന്ന് പറയുന്നത്. ഒരേ ഒരു റെക്കോർഡിലാണ് നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഓരോ എൻട്രിയുടെയും സ്വഭാവത്തിനനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യണം. അതായത് ക്യാഷ് അക്കൗണ്ട്, പർച്ചേസ്, സെയിൽസ്, ഇവ ഓരോന്നിനെയും അതിൻ്റേതായ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതിനെയാണ്. നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് ഒന്ന് ചെയ്തു നോക്കാം. നമ്മുടെ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഇതാണ്. 2016 ജനുവരി 1 മിസ്റ്റർ അനിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹2 lakh. അതായത് 2 ലക്ഷം രൂപക്ക് അനിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ജേണൽ എങ്ങനെ വരിക? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു മിസ്റ്റർ അനിൽസ് ക്യാപിറ്റൽ. ഓക്കെ. ഇനി ഇത് ലെഡ്ജർ ചെയ്യുമ്പോൾ നമുക്ക് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് എങ്ങനെ ഇത് പോസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ ഇത് നൽകിയിട്ടുള്ളത്. ഈ രീതിയിലാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഏതാണ്? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF അതായത് ജേണൽ ഫോളിയോ നമ്പർ, എമൗണ്ട്. ഇതുപോലെ ക്രെഡിറ്റ് സൈഡിലും ആദ്യത്തെ ഈ ഭാഗത്ത് നമുക്ക് ഡെബിറ്റ് സൈഡ് എന്ന് വിളിക്കാം, അടുത്ത ഭാഗത്ത് നമുക്ക് ക്രെഡിറ്റ് സൈഡ് എന്ന് വിളിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഓരോ അക്കൗണ്ടിനും നമ്മൾ പേര് കൊടുക്കണം. നമുക്ക് ആദ്യത്തെ എൻട്രിയിലേക്ക് ചെയ്യാനുള്ളത് ക്യാഷ് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന 2 അക്കൗണ്ടുകളാണ്. ഈ 2 അക്കൗണ്ടുകളാണ് നമ്മൾ ലെഡ്ജറിലും തയ്യാറാക്കേണ്ടത്. അക്കൗണ്ടിങ് ഇക്വേഷന് റൂൾസൊക്കെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ ജേണൽ എൻട്രിയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഐ ബട്ടണിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് കണ്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ. ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ. ഇവിടെ നമുക്ക് ആദ്യം എഴുതേണ്ടത് ക്യാഷ് അക്കൗണ്ടാണ്. നമ്മൾ പേര് കൊടുത്തു ക്യാഷ് അക്കൗണ്ട്. ഇതിൽ എത്രയാണ് എമൗണ്ട് ഉള്ളത്? 2 lakh. അതായത് 2 ലക്ഷമാണുള്ളത്. ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ. ഇത് നമ്മൾ ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാം. ജേണൽ എൻട്രിയുടെ ഓപ്പോസിറ്റ് എൻട്രി ക്യാഷ് അക്കൗണ്ടാണ് നമ്മൾ തയ്യാറാക്കിയത്. അതിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി അതാണ് ടു ക്യാപിറ്റൽ എന്നുള്ളത് ഇപ്പോൾ ഉള്ളത് ക്രെഡിറ്റ് സൈഡിലാണ്. നമുക്ക് ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എന്നുള്ളത് എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും. അതായത് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഇടതുഭാഗത്താണ് ക്യാപിറ്റൽ അക്കൗണ്ട് വരിക. ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ എന്നുള്ളത് നമുക്ക് ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റിലാണെങ്കിൽ നമ്മൾ ഈ ഭാഗത്തിലേക്ക് ലെഡ്ജറിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര വരും? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ക്യാപിറ്റൽ 2 lakh. സിമ്പിളാണല്ലോ. നമുക്ക് അടുത്തത് ചെയ്യാം. ഇനി അടുത്ത അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ഹെഡിങ് കൊടുത്തു ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി ഏതാണ്? ക്യാഷ് അക്കൗണ്ട് ഇപ്പോൾ ഉള്ളത് ഡെബിറ്റിലാണ്. ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡിലുള്ള ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുന്നു. നമ്മൾ എന്താണ് കൊടുക്കുന്നത് അവിടെ? ബൈ ക്യാഷ് 2 lakh. ഓക്കെ. നമുക്ക് അടുത്ത എൻട്രിയിലേക്ക് പോകാം. ജനുവരി 3 പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ 80,000. 80,000 രൂപക്ക് നമ്മൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ഇതിൻ്റെ എൻട്രി എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ഇവിടെ നമുക്ക് എഴുതേണ്ടത് എത്ര അക്കൗണ്ടുകളുണ്ട്? 2 അക്കൗണ്ടുകളുണ്ട്. പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ആദ്യം നമുക്ക് പർച്ചേസ് അക്കൗണ്ട് എഴുതാം. പർച്ചേസ് അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഈ ക്യാഷ് എന്ന എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് പർച്ചേസ് അക്കൗണ്ടാണ് എഴുതിയിട്ടുള്ളത്. ഡെബിറ്റ്, ക്രെഡിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് എൻട്രി ക്യാഷാണ്. ക്യാഷ് ഇപ്പോഴുള്ളത് ക്രെഡിറ്റ് സൈഡിലാണ്. അത് നമ്മൾ എവിടെ പോസ്റ്റ് ചെയ്യണം? ലെഡ്ജർ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് എന്നുള്ളത് പർച്ചേസ് അക്കൗണ്ടിലേക്ക് ഈ ക്യാഷ് എങ്ങനെ നമുക്ക് ചെയ്യണം? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ എഴുതണം. ടു ക്യാഷ്
എത്രയാണ്? 80,000. അടുത്ത നമ്മുടെ അക്കൗണ്ട് ഏതാണ്? അടുത്തത് ക്യാഷ് അക്കൗണ്ടാണ്. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് എൻട്രി ഏതാണോ? പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഇപ്പോൾ ഉള്ളത് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ നേരെ ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതുക. ക്രെഡിറ്റ് സൈഡിലേക്ക് എത്ര എഴുതേണ്ടത്? 80,000. പർച്ചേസ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? പർച്ചേസ് എത്ര? 80,000. വളരെ സിമ്പിളല്ലേ? ബാക്കിയുള്ള വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഭവമേ ഉള്ളൂ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഓസി ടോക്സ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഹാവ് എ നൈസ് ഡേ.